പൊന്നാനിയിലും മലപ്പുറത്തും പല തന്ത്രങ്ങൾ സമസ്തതന്ത്രം പയറ്റിയിട്ടും അത് ഏശിയില്ല എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ കോട്ടകൾ ഇൻടാക്ട് ആണ്. തെരഞ്ഞെടുപ്പ് ഫലം വൈകുന്നു. കമ്മീഷനെതിരെ കോൺഗ്രസ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുകയാണ്. ഫലപ്രഖ്യാപനം മെല്ലെയാക്കാൻ എവിടെ നിന്നാണ് ഉത്തരവ് വന്നത് എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇന്ത്യ ബ്ലോക്കിന്റെ യോഗം ചേർന്നിരുന്നു. മമതാ ബാനർജി ഒഴിച്ചുള്ള എല്ലാ പ്രമുഖ നേതാക്കളും കോൺഗ്രസ് വിളിച്ചുകൂട്ടിയ ഇന്ത്യ ബ്ലോക്കിന്റെ ദില്ലിയിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷി നേതാക്കളോടെല്ലാം പറഞ്ഞത് ഇന്ന് രാത്രി വരെയോ അല്ലെങ്കിൽ നാളെ രാവിലെ വരെയോ ദില്ലിയിൽ തുടരണമെന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യ ബ്ലോക്കിന്റെ നേതാക്കളോട് ദില്ലിയിൽ തുടരാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നത്. നോക്കൂ, ഇപ്പോൾ ഫലപ്രഖ്യാപനം മുന്നോട്ട് പോകുമ്പോൾ ചടുലമായ ഇടപെടലാണ്, ചടുലമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യ ബ്ലോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചില ചർച്ചകൾ പോലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ചില സഖ്യ നീക്കങ്ങൾ പോലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ബ്ലോക്ക് വിപുലമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സന്തോഷ വാർത്ത, കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹസനിൽ 200-ലധികം സ്ത്രീകളുടെ മാനം കവർന്നെടുത്ത പ്രജ്വൽ രേവണ്ണ, ഇത് നിങ്ങൾ കരുതിക്കൊണ്ടുകൊള്ളുക, കർണാടകയിലെ സ്ത്രീകളുടെ വോട്ടാണ്. കർണാടകയിലെ നാരി ശക്തി എന്താണെന്ന് പ്രജ്വൽ രേവണ്ണ തിരിച്ചറിയുന്നു. പ്രജ്വൽ രേവണ്ണയുടെ ഈ ആസക്തിയിൽ, പ്രജ്വൽ രേവണ്ണയുടെ തന്ത്രത്തിൽ ജീവൻ പൊലിഞ്ഞു പോയ, മാനം നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ ഹസനിൽ ഇതാ പ്രജ്വൽ രേവണ്ണയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇത് നാരി ശക്തി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് കുറയുകയാണ്. 10,362 രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അരൂരിന്റെ മുഖത്ത് ചിരി വിടരുന്നു. ആശങ്കയും ടെൻഷനും തിരുവനന്തപുരത്ത്. അതിശക്തമായ പോരാട്ടം. ശശി തരൂരും ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അങ്ങോട്ട് ശശി തരൂർ കയറി വരാനുള്ള ഒരു സാധ്യതയുള്ള മേഖലയിലാണ് ഇപ്പോൾ. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് 10,362 നിലനിൽക്കുകയാണ്. തീരദേശങ്ങൾ എണ്ണിത്തുടങ്ങുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ റിപ്പോർട്ടർമാരുടെ അപ്ഡേറ്റ് വേണ്ടത് ഇനി എണ്ണാനുള്ള മേഖലകൾ ഏതായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായി വേണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മണ്ഡലം 1 ആറ്റിങ്ങൽ, 2 തിരുവനന്തപുരം, 3 മാവേലിക്കര. ഈ 3 മണ്ഡലങ്ങളും കേരളത്തിൽ സൂപ്പർ സസ്പെൻസ് ത്രില്ലറായി നിൽക്കുന്നു. ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരം 10,000-ൽ താഴേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം കുറയുമ്പോൾ തൃശ്ശൂരിൽ മറ്റൊരു വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ചങ്ങനാശ്ശേരി അടക്കമുള്ള മേഖലകളിൽ കൊടിക്കുന്നിൽ സുരേഷിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി കൊടിക്കുന്നിൽ സുരേഷ് പിന്നോട്ട് പോകാനുള്ള സാധ്യത എങ്കിൽ പോലും അവിടെ ഒരു സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ വിജയിക്കുമെന്ന് തന്നെയാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. 78,000 വോട്ടുകൾക്ക് മുൻപിലാണ്.